സംസ്ഥാനത്തെ കാൽനട യാത്രക്കാർക്ക് ദുരിതമായി ഇരുചക്രവാഹനങ്ങളുടെ ഫുട്പാത്ത് യാത്ര. തിരക്കേറിയ സമയങ്ങളിൽ ഇരുചക്രവാഹനങ്ങൾ ഫുട്പാത്തിലേക്ക് കയറുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. തിരുവനന്തപുരവും കൊച്ചിയും അടക്കമുള്ള നഗരങ്ങളിൽ ഇത് പതിവ് കാഴ്ചയാണ്. വാഹനങ്ങളുടെ ഫുട്പാത്ത് യാത്രയിൽ നടപടി സ്വീകരിക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജു മീഡിയ വണിനോട് പറഞ്ഞു. പാലത്ത് നടപ്പാതയിൽ സ്കൂട്ടർ കയറ്റിയത് തടഞ്ഞ പ്രഭാവതിയമ്മ സോഷ്യൽ മീഡിയയിൽ താരമാണ്. പക്ഷേ പ്രഭാവതിയമ്മയ്ക്ക് കൈയടിക്കുമ്പോഴും ഫുട്പാത്തിലെ വാഹനയാത്രാശീലമൊന്നും നമ്മൾ മലയാളികൾ മാറ്റിയിട്ടില്ല. തലസ്ഥാന നഗരിയിൽ നിന്ന് ഇന്ന് മീഡിയ വൺ സംഘം പകർത്തിയ ദൃശ്യങ്ങൾ കാണുക. വേഗമെത്താനും മറ്റ് വാഹനങ്ങളെ മറികടക്കാനും ഇരുചക്ര വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഫുട്പാത്തിനെ ആശ്രയിക്കുന്നു. തിരുവനന്തപുരത്ത് ഉള്ളൂർ, പട്ടം സിഗ്നൽ, ചാക്ക സിഗ്നൽ തുടങ്ങിയിടത്തെല്ലാം രാവിലെയും വൈകുന്നേരവും ഇത് പതിവ് കാഴ്ചയാണ്. കൊച്ചിയിൽ ഫുട്പാത്തിലേക്ക് മുച്ചക്ര വാഹനങ്ങളും കയറും. ഒപ്പം പാർക്കിങ്ങിനും നടപ്പാതയെ ആശ്രയിക്കും. നടപ്പാത എന്ന് പറയുന്നത് നടന്നു പോകാനുള്ളവർക്കുള്ളതാണ്. അത് വാഹനങ്ങൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെപ്പോലുള്ളവർക്ക് കുഴപ്പമില്ല. പക്ഷെ വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാവുമ്പോൾ അവർക്ക് കംഫർട്ട് അല്ലല്ലോ. പക്ഷെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഫുട്പാത്ത് ബ്ലോക്കാക്കി വെക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ ആളുകൾക്ക് വണ്ടി കിട്ടി കഴിഞ്ഞാൽ അവർ അവരുടെ ഇഷ്ടത്തിന് കൊണ്ടുപോകും. എല്ലാ കാര്യങ്ങൾക്കും കർശനമായി ട്രാഫിക് നിയമങ്ങൾ കർശനമാക്കണം. അതുപോലെ വഴിയാത്രക്കാർക്കുള്ള സംവിധാനം ഒരുക്കണം. അത് പ്ലാറ്റ്ഫോമാണത്. പ്രഭാവതിയമ്മയുടെ ദൃശ്യങ്ങൾ വൈറലായതോടെ കർശന നടപടിക്കൊരുങ്ങുകയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ. ആദ്യം ബോധവൽക്കരണം, പിന്നീട് പിഴ ഈടാക്കുന്നതടക്കമുള്ള നടപടികളും സ്വീകരിക്കും. അവയർനെസ് ആണ് നമുക്ക് മെയിൻ കാര്യം. കാരണം 100% ആൾക്കാർക്ക് അവയർനെസ് നമ്മൾ കൊടുത്താൽ അതിൽ ചില ആൾക്കാർ തെറ്റ് ചെയ്യാം. ആ തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ മാത്രം നമ്മൾ എൻഫോഴ്സ്മെന്റ് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ ആർക്കും അറിയില്ല എങ്കിൽ എൻഫോഴ്സ്മെന്റ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. വേഗം ലക്ഷ്യസ്ഥാനത്തെത്താൻ നടപ്പാതയിലേക്ക് വാഹനം കയറ്റുന്നവർ ഒന്നോർക്കുക, അപകടം കൂടിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. മീഡിയ വൺ, തിരുവനന്തപുരം, കൊച്ചി.